നമസ്കാരം. 2026 നിയമസഭാ ഇലക്ഷന് ശേഷം CPM-നുള്ളിൽ വലിയ തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, 2026 നിയമസഭാ ഇലക്ഷന് ശേഷം ആദ്യമായി ഔദ്യോഗികമായി രംഗത്ത് വന്നുകൊണ്ട് MA ബേബി പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ തോൽവിയുമായി സംബന്ധിച്ച കാര്യങ്ങൾ അടിത്തട്ടിൽ നിന്ന് കാര്യങ്ങൾ തുറന്നു പറയാം, പാർട്ടി അത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കും എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ തന്നെ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ MV ഗോവിന്ദനെതിരെയും ഒരു പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ൽ സമാന്തര CPM എന്നോണം MA ബേബിയുടെ നേതൃത്വത്തിൽ പിന്നീട് അതിന് പുറകിൽ നിന്ന് നയിച്ചുകൊണ്ട് P ജയരാജനും പല നേതാക്കന്മാരും ഇത്തരത്തിൽ രംഗത്ത് വരുന്ന ശ്രീമതി ടീച്ചർ അടക്കമുള്ള KK ശൈലജ അടക്കമുള്ള ഒരു വൻ നിര തന്നെ അദ്ദേഹത്തിന് പുറകിലാണ് നിരന്നിരുന്നു. ഏറ്റവും പുതുതായി വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് DYFI-യിൽ ഈ പറഞ്ഞ പോലെ CPM-നുള്ളിൽ എന്തായാലും MV ഗോവിന്ദൻ്റെ സ്ഥാനം പോകുന്നു. സ്ഥാനം പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി DYFI-യെ MV ഗോവിന്ദൻ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചിന്താ ജെറോമിനെ DYFI-യുടെ സംസ്ഥാന പ്രസിഡൻ്റായി ചുമതലയേൽപ്പിക്കാൻ പോകുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പോകും. ഇതിൻ്റെ ഭാഗമായി തന്നെ നിലവിലുള്ള സംഘടനയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലോട്ട് നീങ്ങിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയം ഇനി ആകാൻ പോകുന്നത് DYFI-യുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം, അതായത് ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു സുപ്രധാന പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് DYFI-യുടെ ഭരണഘടനാ പ്രകാരം ഭാരവാഹിയാകാനുള്ള ഉയർന്ന പ്രായപരിധി എന്നറിയപ്പെടുന്നത് 40 വയസ്സാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും, A റഹീം ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ഭാരവാഹികളാകുന്നത് അവരുടെ 40ാം വയസ്സിലായിരുന്നു. എന്നാൽ ഇത് 38ആക്കി നിജപ്പെടുത്താൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫ്രാക്ഷൻ യോഗത്തിൽ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് DYFI-യുടെ പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഫ്രാക്ഷൻ യോഗത്തിലടക്കം പരസ്യമായി MV ഗോവിന്ദനെതിരെ പോർവിളി വിളിക്കുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രകടനം അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അപ്പം MV ഗോവിന്ദൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തൻ്റെ സ്വാധീനം, പിണറായി വിജയൻ ഇന്നോ നാളെയോ അകത്തു പോകും, അതിനു മുമ്പായിട്ട് തൻ്റെ സ്വാധീന പാർട്ടിക്കുള്ളിൽ ചെലുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളോട് അദ്ദേഹം നീങ്ങുന്നത്. പക്ഷേ അതിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉയരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തോട്ട് വരുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റ് പോലും അറിയാതെ, ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടിയാലോചിക്കാതെയും അതുപോലെ തന്നെ ഔദ്യോഗിക തീരുമാനങ്ങളില്ലാതെയുമാണ് MV ഗോവിന്ദൻ ഈ ഫ്രാക്ഷൻ യോഗത്തിൽ ഈ തീരുമാനം പരസ്യമായി അറിയിച്ചത് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ചിന്താ ജെറോമിനെ പ്രസിഡൻ്റാക്കാൻ ഉള്ള ഈ നീക്കം അദ്ദേഹമാണ് ആദ്യം മുമ്പോട്ട് വരുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ചിന്താ ജെറോം DYFI-യുടെ ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായി മാറും. മാത്രമല്ല ചിന്തയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പ്രായപരിധി വെട്ടിച്ചുരുക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, യുവജന വിഭാഗങ്ങളുടെ ആരോപണം, പ്രത്യേകിച്ച് DYFI-യുടെ യുവജന വിഭാഗത്തിലെ നേതാക്കന്മാരുടെ ആരോപണം MV ഗോവിന്ദനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇതിനെല്ലാം പുറമെ ചില നേതാക്കന്മാരെ ഒഴിവാക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യവും ഇതിന് പുറകിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. മാത്രമല്ല CPM-നുള്ളിൽ തന്നെ ചില നേതാക്കന്മാരെ, പ്രത്യേകിച്ച് DYFI-ക്കുള്ളിലെ MV ഗോവിന്ദനെ അംഗീകരിക്കാത്ത ചില നേതാക്കന്മാരെ പുറത്ത് കളയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണം വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 38 വയസ്സിന് മുകളിലുള്ള തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി M ഷിജു ഖാൻ, അതുപോലെ തന്നെ M ഷാജർ തുടങ്ങിയ നേതാക്കന്മാരെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നിഗൂഢ ലക്ഷ്യമാണ് MV ഗോവിന്ദൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത് എന്നുള്ള പരസ്യമായ രൂക്ഷമായ വിമർശനവും ഇതോടുകൂടി പ്രവർത്തകർ അല്ലെങ്കിൽ DYFI-യുടെ നേതാക്കന്മാർ പുറത്തോട്ട് വരുന്നുണ്ട്. മാത്രമല്ല പുതിയ നേതൃത്വത്തിലുള്ള പാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിന്താ ജെറോമിനെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ കല്യാശ്ശേരിയിൽ നിന്നുള്ള വിജിനെ സെക്രട്ടറിയായും ആലപ്പുഴയിൽ നിന്നുള്ള രാഹുലിനെ ട്രഷററായും പരിഗണിക്കുന്ന പാനലാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് പരസ്യമായ പോർവിളി വരുന്നത്. മാത്രമല്ല ഈ 38 വയസ്സ് എന്ന നിബന്ധന അംഗീകരിക്കാനാകില്ലെന്നും ഇതുകൂടാതെ തന്നെ നേതൃത്വത്തിന് താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കം മാത്രമാണ് ഈ ഫ്രാക്ഷൻ യോഗത്തിൽ നടക്കുന്നത് എന്നുള്ള തരത്തിലെല്ലാം MV ഗോവിന്ദനെതിരെ പരസ്യമായി പോർവിളി വന്നിരുന്നു. ഇതൊന്നും കൂടാണ്ട് ഇതിനെ തീരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് കണ്ണൂരിലെ CPM-ആണ്. അപ്പോൾ കണ്ണൂരിലെ CPM-ഉം പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പാർട്ടിക്കുള്ളിൽ CPM-ന് പലപ്പോഴും അറിയപ്പെടാറുള്ള കണ്ണൂർ പാർട്ടി, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നാണ് എല്ലാ നേതാക്കന്മാരും പല കാലഘട്ടങ്ങളിലായി വന്നിട്ടുള്ളത്.
ഇപ്പോൾ ഏറ്റവും അവസാനം പിണറായി വിജയൻ എടുത്താൽ പോലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ 10 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും കണ്ണൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോബി ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പം കണ്ണൂർ ലോബിയെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാധനം പാസ്സാക്കിയെടുക്കാൻ എം വി ഗോവിന്ദന് ഇനി സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം മുമ്പിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല 2018 ഭാരവാഹികളുടെ പ്രായപരിധി 37 ആയി കുറയ്ക്കാൻ അന്നത്തെ ഫ്രാക്ഷണൽ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് വലിയ എതിർപ്പ് ഉയർന്നുകൊണ്ട് തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ട് ഈ തീരുമാനം പിൻവലിക്കുകയും പാനലിൽ നിന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താതെ നിലവിലുണ്ടായിരുന്ന അതേ സാഹചര്യമായി മുമ്പോട്ട് പോവുകയും എല്ലാം ചെയ്തിരുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ CPMനുള്ളിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വരുന്നു. മാത്രമല്ല ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം DYFIയുടെ മുതിർന്ന സ്ഥലത്തോട്ട് ആര്യയെ കൊണ്ടുവരണം. കാരണം മേയർ സ്ഥാനത്ത് നിന്ന് തോൽക്കുന്നു. മാത്രമല്ല സച്ചിൻ ദേവും തോൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലെല്ലാം പൂർണ്ണമായി ഇല്ലാണ്ടാകുമ്പോൾ ആര്യയെ വീണ്ടും DYFIയുടെ തലപ്പത്തോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയും വന്നിട്ട് അപ്പോൾ ആര്യയെ വെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ചിന്താ ജെറോമിനെ കൊണ്ടുവരുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട് CPMനുള്ളിൽ തന്നെ 2 തരത്തിലുള്ള ലോബികൾ ഓൾറെഡി തലപൊക്കിക്കഴിഞ്ഞു. കണ്ണൂർ ലോബികളും അതല്ലാത്ത ലോബികളും പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മാത്രമല്ല DYFIയുടെ പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള തരത്തിലാണ് പല DYFIയുടെ നേതാക്കന്മാരും ഫ്രാക്ഷൻ യോഗത്തിലടക്കം പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങൾ ഈ സാധനം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. ആര്യ രാജേന്ദ്രനെ തടഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരാൾ വരുമോ എന്നുള്ളത്, അതിന് CPM മാറുമോ എന്നുള്ളതെല്ലാം വലിയ ചോദ്യചിഹ്നമാകും മാറും. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതും. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലോട്ട് പാർട്ടി നീങ്ങുമോ, DYFI എന്ന സംഘടന ദുർബലമാകുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.